പ്രിൻസ് രാജകുമാരൻ, രാജാവിന്റെ മകൻ. ഗുഡ് മോർണിംഗ് കേരള. നമസ്കാരം, നമസ്കാർ, നമസ്തേ, നമസ്കാര, കുബിളേ, വണക്കം. இந்த அளவுக்கு ஒரு லவ், அஃபெக்ஷன், ரெகக்னேஷன் എല്ലാം കിടക്കുമ്പോ ദൈവത്തോട് ഒരേ ഒരു പ്രാർത്ഥന മാത്രം, ഈ കാല് മണ്ണിൽ ഇങ്ങനെ നിലത്ത് നിർത്താൻ ഉള്ള കൃപ തരണമേ. ആദരണീയനായ ചെയർമാൻ ശ്രീ സി എ അൻസർ, ബിസിനസ്സിൽ 10 വർഷം പൂർത്തിയാക്കിയ എന്റെ സുഹൃത്ത് ശ്രീ സുജിത് ഖാൻ, മറ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡേഴ്സ്, ഡയമണ്ട്സ്, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും എന്റെ വിനീതമായ കുട്ടികൾ. ഞാൻ ഇൻഡസ്ട്രി വൈയിൽ തുടങ്ങുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ്. സ്റ്റാർ 250, സ്റ്റാർ 500 അങ്ങനെയുള്ള പല റാങ്കുകളും കടന്ന് ബ്ലാക്ക് ഡയമണ്ട് റാങ്കിലെത്തി. ആ സമയത്ത് അന്നുണ്ടായിരുന്ന സിഇഒയ്ക്ക് പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് പോകേണ്ടി വന്നപ്പോൾ പകരം ഒരാളെ പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് മാനേജ്മെന്റ് എന്നെ സിഇഒ ആക്കി. ആക്സിഡന്റൽ സിഇഒ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് കിട്ടിയ ജോലിയാണ്, അത് തന്നെ ഡയറക്റ്റ് സിഇഒ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം എൻ്റെ ഡെസിഗ്നേഷൻ ഇന്ററിം സിഇഒ, താൽക്കാലിക സിഇഒ എന്നുള്ളതായിരുന്നു. പകരം ആള് വരുമ്പോൾ മാറിക്കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത്. അതല്ലെങ്കിൽ ഞാൻ ഒരിക്കലും, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു ആഗ്രഹം ഞാനൊരു നല്ലൊരു ജോലിക്ക് പോകണം എന്നുള്ളതാണ്. അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ ഒരു വക്കീലാവണം, അമ്മയുടെ ആഗ്രഹം ഞാൻ നല്ലൊരു അധ്യാപകനാവണം. അതുകൊണ്ട് തന്നെ ഞാൻ LLB ചെയ്ത് ബാർ കൗൺസിൽ എക്സാം പാസ്സായി കർണാടക ഹൈക്കോർട്ടിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വക്കീലായി, അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയായല്ലോ. ഞാനൊരു ലോ കോളേജിൽ പാർട്ട് ടൈം ശനിയാഴ്ചകളിൽ പഠിപ്പിക്കാൻ പോയി. ആ വിവരം അമ്മയോട് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം പൂർത്തിയായല്ലോ, ഇനി ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് 2-3 സെന്റൻസ് കൂടി പറയണം. ഞാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്നത്. ഒരു 18ാമത്തെ വയസ്സിൽ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ സൈനപ്പ് ചെയ്തു. സോപ്പ്, പേസ്റ്റ്, ഷാമ്പു ഇതൊക്കെ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുവന്ന് വിറ്റു. അവിടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ കാറ് കഴുകി കൊടുക്കേണ്ടി വരും, നമ്മുടെ കാർ വാഷാണ് ഏറ്റവും മികച്ചത് എന്ന് കാണിക്കാൻ ഞാൻ അതുമൊക്കെ ചെയ്തു. ഒരു 2000-3000 രൂപ മാസം ഞാൻ വരുമാനം ഉണ്ടാക്കി. അന്നത്തെ കാലത്തും അത് അത്ര വലിയൊരു തുകയൊന്നും ആയിരുന്നില്ല. എങ്കിലും എൻ്റെ അമ്മയുടെ ശല്യം ഭയങ്കരമായിരുന്നുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ 50 രൂപ അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരും വീട്ടിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി 50 രൂപ അമ്മയ്ക്ക്, എല്ലാ ദിവസവും 50 രൂപ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് സൈലന്റ് ആക്കി. ഞാൻ ഏതാണ്ട് ഒരു 2.5 വർഷത്തോളം ബിസിനസ് ചെയ്തു. 3.5 വർഷത്തോളം ചെയ്തു. അങ്ങനെ പഠനം പൂർത്തിയാക്കി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി മാറി. അതുകൊണ്ട് തന്നെ എൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ മൊത്തത്തിൽ മാറിയിരുന്നു. താങ്ക്സ് ടു മൈ മെൻറ്റർ ഡോക്ടർ ഷംസുദ്ദീൻ. അദ്ദേഹം എൻ്റെ തലയിൽ ഇങ്ങനെ അടിച്ചു കയറ്റി വെച്ചു. അതായത് എംപ്ലോയി ആകാൻ ഒരാൾ പോയാൽ അയാളുടെ ജീവിതം അയാൾ രക്ഷപ്പെടില്ല, അങ്ങനെയൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചു. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഞങ്ങൾ വീട്ടിൽ വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനൊടുവിൽ 1 വർഷം എന്നെ ബിസിനസ് ചെയ്യാൻ അവർ വിട്ടു.
1 വർഷത്തിനുള്ളിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് തുടരാം, ഇല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്യണം. അവർക്ക് ഉറപ്പായിരുന്നു ഞാൻ വിജയിക്കില്ല. എനിക്കാണെങ്കിലോ വിജയിക്കല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ വർക്ക് ചെയ്തു. എന്തിനേറെ പറയുന്നു, 9ാമത്തെ മാസം ഒരു മാരുതി സെന്റ് ഡീസൽ കാർ, അങ്ങനെ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് നിർത്തി. വീട്ടുകാരൊക്കെ നിർത്തിച്ചു. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഈ മഹീന്ദ്രയുടെ ഒരു ജീപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാലോ, ഗിയറൊന്നുമില്ല, അങ്ങനത്തെയൊക്കെ ഒരുമാതിരി ആകെ 3 ഗിയർ, പഴയ ഒരു വണ്ടി. ആ വീട്ടിലേക്കാണ് സ്വന്തം കാറിൽ, പുത്തൻ കാറിൽ ഞാൻ ചെന്ന് കയറുന്നത്. വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി, എന്നെ അഭിനന്ദിച്ചു. അത് കഴിയുമ്പോഴാണ് അവർക്ക് അപകടം നടന്നത്. ഇതിന് ഏതൊരു പ്രശ്നമുണ്ട്, എന്താണ്? 1 വർഷം എന്ന് പറഞ്ഞു, 9 മാസത്തിൽ ഇവൻ വിജയം നേടി വന്നിരിക്കുകയാണ്. അപ്പം എന്നെ ബിസിനസ്സിൽ തുടരുന്നതിൽ നിന്ന് വിലക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. പലരും പറഞ്ഞു, ഇതിന്നല്ലെങ്കിൽ നാളെ തീർന്നോളൂ, ഇവൻ നിർത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ബിസിനസ് മുമ്പോട്ട് പോയി. സുഹൃത്തുക്കളെ, എനിക്കൊരു 25 വയസ്സായപ്പോഴേക്കും, അതായത് 2005 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു മാസം 25 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു. ചിലരൊന്നും കൈ അടിച്ചില്ല. അവരുടെ അറിവിലേക്ക് ഒരു 30 വയസ്സായപ്പോഴേക്കും മാസം ഒരു 50 ലക്ഷം രൂപ വരുമാനം. അതായത് എൻ്റെ ജില്ലയിലെ, ഞാൻ കേരളത്തിലെ ഏറ്റവും പുറകെ നിൽക്കുന്ന ഒരു ജില്ലകളിൽ ഒന്നിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ജില്ലയിലെ ആദ്യത്തെ ബെൻസ് കാർ, ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ബെൻസ് 2006 ഞാനാണ് വാങ്ങിയത്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ക്രെഡൻഷ്യൽസ്. അപ്പോ ഇപ്പൊ എല്ലാവരും വിചാരിക്കും, അയ്യോ ഇതെന്താണ് പിന്നെ ഇത്രയൊക്കെ ഈ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് അങ്ങനെ കടന്നു വരാത്തത് എന്ന് പലരും ചിന്തിക്കും. അതിന് പലർക്കും പല എക്സ്ക്യൂസസും ഉണ്ടാവും. ചിലർ പറയും, ഞാനിത് അറിഞ്ഞപ്പോഴേക്കും എനിക്ക് റിട്ടയർമെന്റിന്റെ പ്രായമായി, ഇനി ഞാൻ എങ്ങനെ ഇതിനകത്ത് പെർഫോം ചെയ്യും? എനിക്ക് അവരോട് പറയാനുള്ള ഒരേ ഒരു ഉത്തരം, കേണൽ സാൻഡേഴ്സ് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. KFC കടം കയറി, ഞാൻ ഈ വീട്ടിലൊക്കെ പറയുന്ന മലയാളം പറയുന്ന കുഴപ്പമൊന്നുമില്ല, കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പരീക്ഷിച്ച 65ാമത്തെ വയസ്സിൽ തുടങ്ങിയ ബിസിനസ് ആയിരുന്നു KFC. ഇന്ന് അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അപ്പോ പ്രായം നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. ഇനി വേറെ ചിലർ പറയും, അയ്യോ ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീകള്, ഭാരത സ്ത്രീ, അവരെങ്ങനെയാണ് ഒരു ബിസിനസ് എങ്ങനെ ഇറങ്ങി ചെയ്യുക? അതിനും എനിക്കൊരു മറുപടി ഉണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോണോ? നോർത്ത് ഈസ്റ്റ് നിന്ന് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ മതി. അത്ര എളുപ്പമല്ല, പോകാൻ എളുപ്പമാണ്, പോയി തിരിച്ചു വരാൻ അത്ര എളുപ്പം. തീവ്രവാദികളുള്ളൊരു പ്രദേശമാണ്. നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. ഗവൺമെന്റിന്റെ പ്രത്യേക പെർമിറ്റും വേണം അകത്തൂടൊക്കെ പോകാൻ. അവിടുന്ന് വിധവയായ ഒരു സ്ത്രീ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ മോളെ നന്നായി പഠിപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്യും. അവര് ഈ ബിസിനസ്സിലൂടെ ഡയമണ്ടായി മകളെ അമേരിക്കയിൽ വിട്ട് ഡിഗ്രി പഠിപ്പിക്കുന്നു. ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തുണ്ട്, കേരളത്തിലെ ഒരു ജില്ലയിലുള്ള ജനങ്ങളെ അവിടെ ഉള്ളൂ എന്നും നമ്മൾ ഓർക്കണം. അപ്പോ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളതും ഇവിടെ ഒരു തടസ്സം. വേറെ ചിലർ പറയും, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. രക്ഷകർ, വിദ്യാഭ്യാസം കൂടുതലുള്ളവർ പൊതുവെ ഇവിടെ അധികം വിജയിച്ചതായി ഞാൻ കാണാറില്ല. കാരണം വിദ്യാഭ്യാസം കൂടുതലുള്ളവർക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പാളിയാലും, ഐ റിപ്പീറ്റ്, ഇവിടെ പാളിയാലും എനിക്കൊരു ജോലിക്ക് പോകാം എന്നൊരു ധൈര്യം. അതിനർത്ഥം എന്താണ്? പ്ലാൻ ബി എന്ന് പറയും. പ്ലാൻ ബി ഉള്ളവരുടെ പ്ലാൻ എ ഒരിക്കലും നടക്കാറില്ല. രണ്ടാമത്, ഇവർക്കുള്ളൊരു പ്രശ്നം, ഇവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്.
ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഉദാഹരണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂർ റോഡ് വഴിയും ചെന്നൈക്ക് പോകാം, കോളാർ റോഡ് വഴിയും ചെന്നൈക്ക് പോകാം. വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഈ രണ്ട് വഴി അറിയാം. അവൻ എതിലേ പോകണം എന്ന് സംശയിച്ച് നിൽക്കും. ഇവൻ നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ലാതെ മുന്നോട്ട് പോകും. അത് ഇന്ത്യക്കാർക്ക് പരമ്പരാഗതമായിട്ടുള്ളൊരു കുഴപ്പമാണ്. നമുക്കറിയാമല്ലോ, മഹാഭാരതത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് എന്ത് പറഞ്ഞു കൊടുത്തു? ഭഗവത്ഗീത പറഞ്ഞു. എല്ലാം റെഡിയാക്കി, സൈന്യവും റെഡിയായി, യുദ്ധത്തിനെത്തി നിൽക്കുന്ന സമയത്ത് അർജുനൻ പറയാണ്, അയ്യോ എന്റെ അപ്പൂപ്പൻ, അയ്യോ എന്റെ ഗുരു, അയ്യോ എന്റെ കസിൻസ്, ഇവരെ ഒന്നും കൊന്നിട്ട് എനിക്ക് രാജാവാകണ്ട. പുള്ളി ഭയങ്കര കൺഫ്യൂസ്. അതിനുശേഷം ശ്രീകൃഷ്ണൻ എന്തെല്ലാമൊക്കെയോ പറഞ്ഞിട്ടാണ് ഇയാള് യുദ്ധത്തിന് ഇറക്കിയത്. ഇത് തലമുറയായി നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഈ കൺഫ്യൂഷൻ കൊണ്ടുനടക്കും. ഇത് പല എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ വലിയ വിജയങ്ങളിൽ നിന്ന്. ഇനി വേറെ ചിലർ പറയും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ ഇതൊരു മോശം പരിപാടിയല്ലേ? ഇതിൽ ഏതാണ് മോശം? നെറ്റ്വർക്ക് ആണോ മോശം? മാർക്കറ്റിംഗ് ആണോ മോശം? അത് രണ്ടും ചേരുന്നതാണോ മോശം? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടില്ലേ? ഞാൻ മലയാളത്തിൽ നിന്ന് മാറി ഇനി കന്നഡത്തിൽ പറയണോ? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടില്ലേ? നെറ്റ്വർക്ക് ആണ് മോശം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഞാനും നിങ്ങളും ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമല്ലേ? എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ, മുത്തച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ ഒരു നെറ്റ്വർക്ക് എനിക്കില്ലെങ്കിൽ, ഒരു കണക്ഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, സമൂഹത്തിൽ ആരായി? ഞാനൊരു മോശക്കാരനായി. അടുത്തത് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിംഗ് ഇല്ല എങ്കിൽ ഇന്ന് ലോകത്തുള്ള ഒരു കമ്പനിക്കും ബിസിനസ് നടക്കില്ല. ശരിയാണോ അല്ലേ? പിന്നെ രണ്ടും ചേരുന്നത്, നമ്മൾ ചെറിയ സ്കൂളിൽ പോലും, ചെറിയ ക്ലാസ്സിൽ പോലും മാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഈക്വൽ ടു പോസിറ്റീവ് ഉണ്ട്. അപ്പോ നെറ്റ്വർക്കും മാർക്കറ്റിംഗ് ചേർന്നാലും എന്ത് തന്നെ, ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഇവിടെ ഒരു പോയിന്റ് ഉള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ വിജയത്തിന് നന്ദി പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. ഹലോ, ഞാൻ എൻ്റെ വിജയത്തിന് നന്ദി പറയുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഒരാൾ സ്റ്റേജിലേക്ക് കയറി വന്നു. അയാൾ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, ഇതിലൂടെ എനിക്ക് മാസം 44,000 രൂപ വരുമാനമുണ്ട്. എന്റെ കോളേജ് പ്രിൻസിപ്പലിന് പോലും അങ്ങനെ ഒരു വരുമാനമില്ല. അടുത്തത്, ഞാൻ ഈ ബിസിനസ്സിലൂടെ വിദേശത്തേക്ക് ടൂർ പോയി. ശരിയായിരിക്കുമോ? കാരണം ഞാനും ടൂർ പോയിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില്. എന്റെ ചെറുപ്പത്തിൽ ടൂർ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന ടൂറാണ്. മൈസൂർ, ഊട്ടി ഈ വർഷം, അടുത്ത വർഷം ഊട്ടി മൈസൂർ, അതിനടുത്ത വർഷം വീണ്ടും മൈസൂർ ഊട്ടി. ഇത് രണ്ടും അല്ലാതെ ലോകത്തൊരു സ്ഥലമുണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പോ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തായ്ലൻഡിൽ പോയി, എനിക്ക് വിശ്വാസമായില്ല. എന്നിട്ട് ഒരു ബെൽറ്റ് കാണിച്ചു. ഈ ബെൽറ്റ് കണ്ടോ, ഇത് ഞാൻ അവിടുന്ന് വാങ്ങിയതാണ്. ഇതുപോലൊരു ബെൽറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഇത് ചിലപ്പോൾ ശരിയായിരിക്കും. ഞാനും പോസിറ്റീവായി. ഓക്കെ. എന്നിട്ട് അയാൾ പറഞ്ഞു, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വിദേശത്തേക്ക് ഒരു ടൂർ പോകാം. എന്റെ ഉള്ളിലും ഒരു മുടിവ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, പുറത്ത് കിടക്കുന്ന ആ ഇളം പച്ച കളറുള്ള ടാറ്റ ഇൻഡിക്ക കാർ, അങ്ങനെ ഒരു കാർ ഉണ്ടായിരുന്നു, ടാറ്റ ഇൻഡിക്ക കാർ, അത് എന്റെ കാറാണ്. അതോടുകൂടി ഞാൻ 100% ഇതിനകത്തായി. പിന്നെ എന്റെ മനസ്സിങ്ങനായിരുന്നു, ഈ ക്ലാസ് ഒന്ന് നിർത്തുവോ, ഞാൻ പുറത്തു പോയി നാട്ടുകാരെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരട്ടെ. ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറി. അതിന്റെ കാരണം, ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഒന്നുമില്ല. ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഒന്നുമില്ല, സംശയങ്ങളൊന്നുമില്ല. കേൾക്കുന്നത് നമ്മൾ അതേപടി വിശ്വസിക്കും. ഞാൻ അത് മുഴുവൻ അതേപടി വിശ്വസിച്ചു. ഞാൻ നാട്ടുകാരോട് പോയി പറഞ്ഞു, നാട്ടുകാരൊക്കെ എന്നോട് നോ പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിൽ ഈ ക്ലാസ് എടുത്ത മനുഷ്യൻ പറഞ്ഞു, വിവരമില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മളോട് നോ പറയുന്നത്. ഞാൻ അത് മാത്രം വിശ്വസിച്ച് നടന്നു. എന്റെ കൂടെ ചേരാൻ ആരും ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും മുടക്കിയ പൈസ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റ് ഇങ്ങനെയൊക്കെ നടന്നു. പതുക്കെ കയറി വന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂർ. ഇവിടെ നിന്ന് നിങ്ങൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബസ് കാണുന്നു, ബോർഡ് നോക്കുന്നു, കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നു. ഒരു തിരുവനന്തപുരം
പൈസ കൊടുക്കുന്നു, ചേഞ്ച് കയ്യിലോട്ട് കിട്ടുന്നു. അതിനുശേഷം നിങ്ങൾക്ക് 100% ഉറപ്പാണ് ഈ ബസ് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്, കോഴിക്കോടേക്കല്ല. അത്രയും ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അതുപോലൊരു വിശ്വാസം ഈ ബിസിനസ്സിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്നൊരു വിശ്വാസം. ഈ ബസ് പോകുന്ന വഴികളൊന്നും നമുക്കറിയില്ല. അത് കാണുമ്പോൾ എനിക്കറിയാത്തൊരു വഴിയിലൂടെ ഈ ബസ് പോകുന്നു. ദൈവമേ, ഇത് കോഴിക്കോട്ടേക്ക് കോയമ്പത്തൂർക്കാണോ എന്ന് നമ്മൾ സംശയിക്കുമോ? ഇല്ല. ആ ബസിന്റെ ബോർഡിലും ആ ഡ്രൈവറിലും ആ കണ്ടക്ടറിലും ഉള്ള വിശ്വാസം ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ആൺ പെൺ ജെൻഡർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, nothing can stop you from this business, my dear friends. പിന്നെ നമ്മളൊന്നും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി ഹിന്ദിയിൽ സംസാരിക്കുന്നു. എന്റെ ഹിന്ദി കേട്ടാൽ പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാർക്ക് പോലും മനസ്സിലാവാറില്ല. അപ്പോ that is my uniqueness. It's okay. അത്രേ ഉള്ളു കാര്യം. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇവിടെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. 99% നിങ്ങൾ വിശ്വസിച്ചിട്ടും കാര്യമില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് 1% സംശയം സമം 100% അവിശ്വാസം. നിങ്ങൾ എന്തിലൊക്കെ വിശ്വസിക്കണം? ഒന്നാമത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വിശ്വസിക്കണം. ഈ ഇൻഡസ്ട്രിയിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ എന്റെ കയ്യിലുള്ളത്, നിങ്ങൾക്കും കാശ് കൊടുത്താൽ ആമസോണിൽ വാങ്ങാൻ കിട്ടുന്ന ഈ പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ലോകത്തെ ഒരു വലിയ കോടീശ്വരനും അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമായ ശ്രീ ഡൊണാൾഡ് ട്രംപാണ്. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 310 അദ്ദേഹം ഈ ബിസിനസിനെ പറ്റി പറയുന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുന്നു, ഇത് ഒരു സൂപ്പർ ബിസിനസ്സാണ്, അടിപൊളി ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിലെ MLA വലിയ ആളല്ലേ? ആണോ അല്ലയോ? MLA-യേക്കാൾ വലിയ ആളല്ലേ മന്ത്രി? മന്ത്രിയേക്കാൾ വലിയ ആളല്ലേ മുഖ്യമന്ത്രി? അതിലും വലിയ ആളല്ലേ പ്രധാനമന്ത്രി? അതിലും വലിയ ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അയാളാണ് പറഞ്ഞത്. ഇതിന് മുകളിലേക്ക് ആര് വന്ന് പറയണം? നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡൊണാൾഡ് ട്രംപ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് ഇത് ചെയ്യാൻ പറയണമെന്ന്? ഒന്നുകിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ 1000 രൂപ മുടക്കി ഈ ബുക്ക് വാങ്ങി വായിച്ച് വിശ്വസിക്കുക. അപ്പോ ഈ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് വിളിച്ച വ്യക്തിയുടെ സൗന്ദര്യമല്ല, ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ അല്ല, വേറൊന്നുമല്ല. അദ്ദേഹം പറയുന്നു, ആദ്യം നോക്കേണ്ടത് ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ചില ആൾക്കാർ പറയും, ഞാനുമുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ, പക്ഷെ ഞാൻ പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിൽ താല്പര്യപ്പെടുന്നില്ല, ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇല്ലാത്ത ബിസിനസ്സാണ്. അതുകൊള്ളാം. പന്തില്ലാത്ത ഫുട്ബോൾ എന്ന് പറയുന്നത് പോലെ, വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ, അത് യഥാർത്ഥ ബിസിനസ് അല്ല. കാരണം ആര് പറയുന്നു? ഇദ്ദേഹം തന്നെ പറയുന്നു. ഈ പറഞ്ഞവർ പല രൂപത്തിലും വരും. ഫോറക്സ് ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി, അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും അവർ വരും. ഫോറക്സ് ട്രേഡിംഗ് ഉള്ളതാണോ? ഉള്ളതാണ്. ക്രിപ്റ്റോ കറൻസി ഉള്ളതാണോ? ഉള്ളതാണ്. ടൂർ പാക്കേജ് ഉള്ളതാണോ? ഉള്ളതാണ്. മാഞ്ചിയം തേക്ക് ഉള്ളതാണോ? ഉള്ളതാണ്. പക്ഷെ ഇതിനൊന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളുടെ പുറമേരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു വന്നാൽ അവനെ നിങ്ങൾ കായികമായി നേരിട്ടാലും അതൊരു തെറ്റല്ല. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഒരു വാക്ക് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രോഡക്റ്റുകൾക്കും പേറ്റന്റ് നമ്പർ ഉള്ള വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട്, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗദി അറേബ്യ, ഇസ്രയേൽ, സൗത്ത് ആഫ്രിക്ക, കെനിയ മുതലായ 26 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് പോകുന്ന പ്രോഡക്റ്റുകളുള്ള ഒരു കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 100 രൂപ കൊറിയർ ചാർജിന് നിങ്ങൾ മേടിക്കുന്ന ഈ പ്രോഡക്റ്റ് കാലിഫോർണിയയിൽ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു അമേരിക്കക്കാരൻ 3000 രൂപ കൊറിയർ ചാർജ് കൊടുത്ത് മേടിക്കുന്നു. പ്രോഡക്റ്റിന് മൂല്യമുണ്ടോ എന്ന് ഇത് കേട്ടിട്ട് നിങ്ങൾ പറയുക. കുറ്റം പറയുന്നവൻ ലംബോർഗിനിയെയും കുറ്റം പറയും. 2 സീറ്റല്ലേ ഉള്ളൂ, മൈലേജ് ഇല്ലല്ലോ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലല്ലോ. ഒരിക്കൽ ഒരു കാട്ടിൽ 2 പേർ തമ്മിൽ അടിയുണ്ടായി, ഒരു പുലിയും ഒരു കഴുതയും. പുലി പറഞ്ഞു എന്റെ നിറം മഞ്ഞയാണ്, കഴുത പറഞ്ഞു അല്ല നിന്റെ നിറം പച്ചയാണ്. രാജാവിന്റെ മുമ്പിൽ കേസെത്തി. സിംഹരാജാവ് പറഞ്ഞു ആ പുലിക്ക് 10 ചാട്ടവാർ അടി കൊടുക്കൂ. പുലി ചോദിച്ചു, രാജാവേ അങ്ങേക്കും കണ്ടാ മനസ്സിലാവില്ലേ, എന്റെ കളറ് മഞ്ഞയല്ലേ, സത്യം അതല്ലേ? രാജാവ് പറഞ്ഞു അതാണ് സത്യം, പിന്നെ എന്തിനാണ് എന്നെ അടിക്കുന്നത്? ഈ കഴുതയുമായി തർക്കിച്ചതിനാണ് നിന്നെ ഞാൻ അടിക്കുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കാത്ത പലരും നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇൻഡസ് വിവ ബിസിനസിനെ പറ്റി ആളുകൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: 1, ഈ കമ്പനി എന്നാണ് പൂട്ടിപ്പോകുന്നത്? ശരിയല്ലേ? ഉത്തരം: ഞങ്ങളുടെ പേരിന്റെ താഴെ എഴുതിയിരിക്കുന്നു ബിയോണ്ട് 21st സെഞ്ചുറി. 22ാം നൂറ്റാണ്ടിലും ഞങ്ങൾ ഉണ്ടാവും. എഴുതി വെക്കാനൊക്കെ പറ്റും, പക്ഷെ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുടെ ചരിത്രം പഠിക്കൂ സുഹൃത്തെ. ഞങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ഒരു നാടിനോട് സ്നേഹമുണ്ടാവുന്നത് ആ നാടിന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ്. ശരിയാണോ അല്ലയോ? ഞങ്ങളുടെ കമ്പനിയുടെ കഴിഞ്ഞ 11 വർഷത്തെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾ പറയും ശരിയാണ്, ഈ കമ്പനി 100 വർഷം പോകും. കൂടുതൽ സംശയമുള്ളവർ ഹൈദരാബാദിൽ നിന്ന് വന്ന എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും. അടുത്ത ചിലർ പറയും ഈ ബിസിനസ് ലീഗലാണോ? ഒറ്റ ഉത്തരം: കേരള ഹൈക്കോടതി ബിസിനസ് പ്ലാൻ 100% ലീഗലാണെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് കയ്യിലിരിക്കുന്നു. ഇതിനു മുകളിൽ ഇനി ആര് പറയണം? അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോ എന്റെ സുഹൃത്ത് ഐസക് ജെയിംസ് സൂചിപ്പിച്ചു, പുതിയ അമേരിക്കൻ പ്രസിഡന്റ് എറിക് വോർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ അമേരിക്കയിലെ ഡയറക്ടർ അഥവാ ഇന്ത്യയിലെ മന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു. മന്ത്രി വരെ ഉള്ള ഒരു ഫീൽഡ്. ഇന്നലെ അവിടെ നടന്നത് നാളെ ഇവിടെയും നടക്കും. ഞാൻ പണ്ട് അമേരിക്കയിൽ പോയപ്പോ അവിടെ 4Gയും നമ്മുടെ നാട്ടിൽ 2Gയുമായിരുന്നു. ഇന്ന് അവിടെയും 5G, ഇവിടെയും 5G. അപ്പോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ കമ്പനിയെ പറ്റി, പ്രോഡക്റ്റിനെ പറ്റി ഒക്കെ ഞാൻ സംസാരിച്ചു. ഇനി ചില ആളുകൾ പറയും, ഓ ഇൻഡസ് വിവയിൽ ഇൻകം കുറവല്ലേ? ചില ആളുകൾ പറയുന്നല്ല, ഞാൻ പറയും, എന്തിനു പറയണം? ഞാൻ പറയുന്നു, ഞാൻ CEO ആയതിനു ശേഷം എല്ലാ ആഴ്ചയിലും കമ്മീഷൻ പോകുമ്പോൾ എന്റെ ഒരു സിഗ്നേച്ചർ കൂടി ഇടണം, അപ്പോഴാണ് ഇത് പോവുക. എന്റെ ഈ കൈ കൊണ്ട് ഇതുവരെ നാളിതുവരെ ഈ കൈ കൊണ്ട് ഞാനായിട്ട് 1000 കോടി രൂപയിലേറെ കമ്മീഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കമ്മീഷൻ? 1,000 കോടി. 1000 करोड़ के ऊपर 1000 കോടി രൂപയ്ക്ക് മേലെ കമ്മീഷൻ.
ഞാൻ നേരെ ചൊവ്വേ ഒരു ലംബോർഗിനി കാർ കാണുന്നതും അതിലിരിക്കുന്നതും ഈ കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വാങ്ങി അതുമായി എന്റെ വീട്ടിൽ വന്നപ്പോഴാണ്. 1500 വീടുകളുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. 1499 ഈ വണ്ടി കാണാൻ വേണ്ടി അവിടെ എത്തി. $5.5 കോടി രൂപയുടെ ഒരു കാറ് വാങ്ങണമെങ്കിൽ ഇവിടെ ഇൻകം ഇല്ലെങ്കിൽ നടക്കും. അപ്പോൾ അടുത്ത ചോദ്യം, ഇതൊക്കെ എനിക്ക് നടക്കുമോ? ഇതാണല്ലോ മെയിൻ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ? നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? പറയുന്ന ഈ വിഷമം തോന്നുന്നു. 2-3 കാര്യങ്ങൾ പറയട്ടെ. ഞാൻ വരുന്നത് ഒരു പക്കാ എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. എന്റെ തലമുറ പുറകിലേക്ക് പരിശോധിച്ചാലും കൃഷിക്കാർ അല്ലെങ്കിൽ ജോലിക്കാർ അല്ലാത്ത ഒരാൾ പോലുമില്ല. ഞങ്ങളുടെ 1000 വർഷത്തെ കുടുംബ ചരിത്രത്തിലെ ആദ്യത്തെ ബിസിനസ്മാൻ. അപ്പോ ഇവിടെ ഒരു പ്രശ്നം, നമ്മളെല്ലാവരും ട്യൂൺഡ് ആയിരിക്കുന്നത് ഒരു ബക്കറ്റ് കാരിയർ മെന്റാലിറ്റിയിലാണ്. എന്ത് മെന്റാലിറ്റി? ബക്കറ്റ് കാരിയർ മെന്റാലിറ്റി. അഷ്ടമുടിക്കായൽ, അവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറി ഒരു ഗ്രാമത്തലവൻ നമുക്ക് കരാറ് തന്നിരിക്കുന്നു. എന്ത്? കായലിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് ഗ്രാമവാസികൾക്ക് കൊടുക്കാൻ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബക്കറ്റും ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 6 മണിയാകുമ്പോഴേക്കും നമ്മൾ മടുത്തു. ഗ്രാമവാസികളോട് പറഞ്ഞു 6 മണി കഴിഞ്ഞാൽ വെള്ളം ഇല്ല. അപ്പോൾ ഗ്രാമത്തലവൻ രണ്ടാമതൊരാൾക്ക് കൂടി കോൺട്രാക്ട് കൊടുക്കുന്നു. നമ്മളെ പോലെയുള്ള ഒരാൾക്കല്ല, ഒരു മാർവാടിയെ പോലെ ഒരാൾക്ക് കരാറ് കൊടുക്കുന്നു. അവൻ വന്ന് മൊത്തം കാണുന്നു. കണ്ടതിന് ശേഷം അവൻ പോകുന്നു. പിന്നെ അവനെ കാണുന്നില്ല. അവൻ ആ കായലിൽ ഒരു മോട്ടോർ സ്ഥാപിക്കുന്നു. അവിടുന്ന് ഒരു പൈപ്പ് ലൈൻ പണിയുന്നു. ഗ്രാമം വരെ നീളുന്ന പൈപ്പ് ലൈൻ. 4-5 മാസം ഇവൻ പൈപ്പ് ലൈൻ പണിയുന്നത് കണ്ട് നമ്മൾ അവനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു. വിധി, കരാറ് കിട്ടിയിട്ട് ഇതുവരെ 5 പൈസ ഉണ്ടാക്കാൻ പറ്റാത്തവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ബിസിനസിന്റെ തുടക്കത്തിൽ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർ നമ്മളെ നോക്കി ഇങ്ങനെ വിളിക്കും. വിളിച്ചിട്ടില്ലേ? എന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് കഴിയുമ്പോൾ ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവൻ പറയും, എന്റെ വെള്ളത്തിന് 6 മണി എന്നൊരു കണക്കില്ല, 24 മണിക്കൂറും 7 ദിവസവും വെള്ളം. അപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ കടയുടെ മുമ്പിൽ നമ്മളൊരു ബോർഡ് തൂക്കും, ഔട്ട് ഓഫ് ബിസിനസ്, കട പൂട്ടിയതായി അറിയിച്ചു. ശരിയാണോ അല്ലയോ? ഇതാണ് ഒരു പൈപ്പ് ലൈൻ ബിൽഡിംഗ് മെന്റാലിറ്റിയും ഒരു ബക്കറ്റ് കാരിയർ മെന്റാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് അപ്ബ്രിംഗിങ്ങിൽ നമ്മൾ ചെയ്തതും ശീലിച്ചതും നമ്മളെ പഠിപ്പിച്ചതും എല്ലാം എന്തുമാത്രമാണ്? ഒരു ബക്കറ്റ് കാരിയറുടെ മെന്റാലിറ്റി. ഇവിടെ പ്രശ്നം, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ എടുക്കുക. ഹലോ, ആർ യു വിത്ത് മീ? കന്നഡದಲ್ಲಿ ಮಾತಾಡಬೇಕಾ? മലയാളം? നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ എടുക്കുക. ചെയർമാൻ സാർ എന്നോട് പറഞ്ഞു, അബി ഇത് നീ സൂചിപ്പിക്കും. നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ എടുക്കുക. ഈ 5 പേരും ഒരു ബക്കറ്റ് കാരിയർ മെന്റാലിറ്റി ഉള്ളവനാണെങ്കിൽ നിങ്ങൾ അവിടെ 6-ാമനായി. സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ 5 സുഹൃത്തുക്കൾ ഉഴപ്പന്മാരാണെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ 6-ാമൻ. നിങ്ങളുടെ സുഹൃത്തുക്കൾ 5 പേർ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ. നിങ്ങളുടെ 5 സുഹൃത്തുക്കൾ ബിസിനസ് മൈൻഡ് ഉള്ളവരാണെങ്കിൽ, പ്രോഫിറ്റ് മോട്ടീവ് ഉള്ളവരാണെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ. ആരാണ് നമ്മുടെ ബന്ധുക്കൾ? ആരാണ് നമ്മുടെ സുഹൃത്തുക്കൾ? ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ബക്കറ്റ് കാരിയർ മെന്റാലിറ്റി നമ്മൾ കൈവിട്ടില്ല എങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കാൻ.
18 വർഷം മുമ്പ്, എത്ര വർഷം മുമ്പ്, ഇതേ ഓഡിറ്റോറിയത്തിൽ ഇതേ സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടായിട്ട് കാര്യമില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ വിവ ബിസിനസ് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നത് പ്രധാനം. അപ്പോ ഇവിടെ ഞാനിപ്പോ ഒരു പോയിന്റ് സൂചിപ്പിച്ചു, അത് നമ്മുടെ ഒരു ബക്കറ്റ് കാരിയർ മെന്റാലിറ്റിയാണ്. രണ്ടാമത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമുക്കെല്ലാവർക്കും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. യെസ് ഓർ നോ? എന്തൊരു കഷ്ടമാണ്. നമ്മൾ പലപ്പോഴും കേട്ട് പഠിച്ചിട്ടുള്ളത് നമ്മുടെ പേരൻസിൽ നിന്നും 1 രൂപ ചെലവാക്കാതിരുന്നാൽ 1 രൂപ സമ്പാദിച്ചതിന് തുല്യമായി. ശരിയാണോ അല്ലേ? ആണോ? അതെ. 1 രൂപ നിങ്ങൾ സമ്പാദിച്ചാൽ, 1 രൂപ ചെലവാക്കാതെ 1 രൂപ നിങ്ങൾ സമ്പാദിച്ചാൽ അത് വെറും 1 രൂപ മാത്രം. ഈ 1 രൂപയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല. 2005 ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് ബെൻസ് കാർ വാങ്ങിയപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു, മോനെ ഒരു 10 ഏക്കർ സ്ഥലം കാപ്പിത്തോട്ടം കിട്ടുകല്ലായിരുന്നു ഈ പൈസ. 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കാർ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റപ്പോൾ എന്താ ഇക്വേഷൻ? 50 ലക്ഷം മുടക്കി 15 ലക്ഷം കഴിഞ്ഞപ്പോ എത്ര രൂപ കിട്ടി? 4 ലക്ഷം. ഇങ്ങനെയാണ് നമ്മുടെ കണക്കുകൂട്ടൽ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, ഞാൻ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ബിസിനസ്സിനുള്ളിൽ കാണില്ലായിരുന്നു. എന്റെ ലോകം മൈസൂർ, ഊട്ടി, അതിനപ്പുറത്തേക്ക് വളരുകയില്ല. സോ പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ ചില്ലറ പൈസ സേവിങ്സ്, റോബർട്ട് കിയോസാക്കി ലോകമറിയുന്ന സാമ്പത്തിക വിദഗ്ധൻ പറയുന്നു, പണം കൂട്ടിവെച്ച് ഒരുത്തനും സമ്പന്നനാവില്ല. സേവിങ്സ് വിൽ നോട്ട് മേക്ക് യു റിച്ച്. തുടർച്ചയായുള്ള ഏർണിങ്സ് മാത്രമാണ് ഒരാളെ സമ്പന്നനാക്കുന്നത്. തുടർച്ചയായി ഏർണിങ്സ്. അപ്പോ നമുക്ക് ഏത് അക്കൗണ്ട് വേണം? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട്? മനസ്സിലായോ സാറേ? എല്ലാ പ്രശ്നങ്ങളും ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് തുടങ്ങുന്നത്. സത്യമാണ്. എല്ലാ പ്രശ്നവും ആറ്റിറ്റ്യൂഡിൽ നിന്ന് തുടങ്ങുന്നു. ഇവിടെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങി പരാജയപ്പെട്ടാൽ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് വെക്കും? നമ്മളൊരു ബിസിനസ് ചെയ്തു, പരാജയപ്പെട്ടു, ഉത്തരവാദിത്വം ആർക്ക്? ഒന്നുകിൽ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നവൻ, ശരിയാണോ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പുതിയ മെന്റർ, അല്ലെങ്കിൽ കമ്പനി. ചിലർ പറയും, ആ കൊറിയർ ഏജൻസിയാണ് എന്റെ ബിസിനസ് തകർത്ത് കളഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്. സമയത്ത് സാധനം കൊണ്ടുവന്നില്ല, എന്റെ ബിസിനസ് കൊടുത്തു. റിച്ചും പുവറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സമ്പന്നരായിട്ടുള്ള ആളുകളെല്ലാം അവരുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പെൺകുട്ടിക്ക് നല്ല കല്യാണം കിട്ടിയാൽ പറയും, പെണ്ണിന്റെ സമയം. കല്യാണം മോശമായാലോ, ബ്രോക്കറുടെ കുറ്റം. ഇതാണല്ലോ അതിന്റെ ഇക്വേഷൻ. വിജയിച്ചാൽ ഞാൻ, പരാജയപ്പെട്ടാൽ അവര് ഇവരെയൊക്കെ. കുറ്റം എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക്. പരാജയത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു പാഠം നമ്മൾ പഠിക്കുന്നത്? ഈ പാഠം പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് ഇംപ്രൂവ് ആകുന്നത്? നമ്മൾ ഇംപ്രൂവ് ആകാതെ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ,
10 പ്രാവശ്യം ശ്രമിക്കുമ്പോഴാണ് ഒരു 5 or 6 പ്രാവശ്യം അയാൾ തോറ്റാലും ഒരു 4 പ്രാവശ്യം അയാൾ വിജയിക്കുന്നു. ഈ 4 പ്രാവശ്യം വിജയിച്ചാൽ മതി, അയാൾക്ക് ജീവിതത്തിൽ വിജയിക്കും. ഉദാഹരണം, ഒരു ഫുട്ബോൾ മാച്ച്. ക്രിസ്ത്യാനോ റൊണാൾഡോ 10 പ്രാവശ്യം ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഗോൾ വീഴുന്നത്. ശരിയാണോ അല്ലയോ? നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് പരാജയപ്പെട്ട 8 ഷോട്ടുകളുടെ പേരിലല്ല, ഗോൾ വലയിൽ മുട്ടിയ ആ 2 ഷോട്ടുകളുടെ പേരിലാണ്. ശരിയാണോ അല്ലയോ? നമ്മളാണെങ്കിലോ ആദ്യത്തെ ഷോട്ട് തന്നെ പാളിയാൽ നമ്മൾ പാസിട്ട് തന്നവന്റെ കുറ്റം അല്ലെങ്കിൽ എതിരെ നിന്നവന്റെ കുറ്റം പറഞ്ഞ് നമ്മൾ ഒഴിവാവുക. പരാജയത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ ധൈര്യം കാണിക്കും. ഈ പറഞ്ഞ ഒരു 2-3 കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ, ഐ റിപ്പീറ്റ്, ഈ പറഞ്ഞ ഒരു 2-3 കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നമ്മളെ തടയാൻ, ഈ ബിസിനസ്സിൽ നിന്റെ വളർച്ചയിൽ നമ്മളെ തടയാൻ ആർക്കുമാവില്ല, മൈ ഡിയർ ഫ്രണ്ട്സ്. To be honest with you, I have seen the best and worst of this business. Best and worst of this business. See, let me tell you. ഇവിടെ ഞാനിപ്പോ എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ, ചെറിയ കുട്ടികളാണ്, 3-ൽ പഠിക്കുന്നു, 7-ൽ പഠിക്കുന്നു, 6-ൽ പഠിക്കുന്നു, ഞാൻ ഇവരെ എൻ്റെ മീറ്റിങ്ങിന് ഞാൻ സൈഡിൽ വെക്കും. എന്തിന്? ഇവർ ഈ മീറ്റിംഗ് കേൾക്കാൻ. എന്തിന്? എൻ്റെ മക്കൾ ഞാൻ ഈ പറയുന്നത് കേട്ട് വളർന്നില്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർമാർ പറയുന്നത് കേട്ട് വളരും. അവരവരെ എന്തിനു വേണ്ടി പഠിപ്പിക്കും? നിങ്ങൾക്കറിയോ ഒരു സത്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഞെട്ടൽ, എന്നെ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രമുഖ MBA കോളേജ് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയി. ഞാൻ അവിടെ വന്ന വിദ്യാർത്ഥികളോട് സത്യസന്ധമായി സംസാരിച്ചു. ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയാൽ നിങ്ങൾ പോകരുത്. അത് വലിയ ചതിയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. വിജയിച്ചാൽ ജീവിതത്തിൽ വിജയിച്ചു, പരാജയപ്പെട്ടാൽ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാനുള്ള കുറെ പോയിന്റുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. കല്യാണം കഴിച്ച് ഭാര്യ, മക്കൾ, കുട്ടി പരാധീനയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല. ഇതാണ് സമയം. നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റിന് നോ പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചാടി നിർത്തുമോ ക്ലാസ് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് അപരാധമാണ് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ വഴിപിഴച്ചു പോവില്ലേ? വഴിപിഴച്ചു പോവാൻ ഞാൻ അവരോട് കള്ളക്കട നടത്താൻ പറഞ്ഞു. അപ്പം മാഡത്തിന്റെ അടുത്ത ചോദ്യം, എല്ലാവരും ബിസിനസ്സുകാരായാൽ ജോലിക്ക് ഇവിടെ നാളെ കിട്ടും. നടന്ന സംഭവം. എല്ലാവരും ബിസിനസ്സുകാരായാൽ ജോലിക്ക് ഇവിടെ ആളെ കിട്ടും. അവരൊരു വാദത്തിന് വേണ്ടി വെച്ച വാദമാണ്. ബാംഗ്ലൂരിലെ ടോപ്പ് MBA കോളേജുകൾ ഒന്നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി ആലോചിച്ച് നോക്കൂ. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരായിട്ട് അറിയപ്പെടണം എന്ന് ചോദിച്ചാൽ എന്റെ ആഗ്രഹം എന്റർപ്രണർഷിപ്പിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കൊഹിമ വരെ ഉള്ള ഇന്ത്യയിലെ ജനങ്ങളോട് ജോലിക്ക് പോകരുതേ, ബിസിനസ്സുകാരനാവൂ, ജീവിതത്തിൽ പരാജയപ്പെടരുതേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനായി അറിയപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. പ്രശ്നം, അങ്ങനെയുള്ള എന്റെ മക്കളെങ്ങാനും ജോലിക്ക് പോയാൽ എന്റെ അവസ്ഥ എന്താവും? അപ്പം അത് ഒഴിവാക്കാൻ, ആ അപകടം തടയാനാണ് മീറ്റിങ്ങിന്റെ ഒക്കെ അടുത്ത് ഞാൻ ഇവരെ ഇങ്ങനെ ഇരുത്തുന്നത്. ഇത് കേട്ട് കേട്ട് ഈ പെൺകുട്ടികൾ വളരുമ്പോൾ നാളെ അവർ ബിസിനസ് ഏറ്റെടുത്തു. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കാം. ഇവിടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്താണ് അതിന്റെ അർത്ഥം? ലോകം മുഴുവൻ സന്തോഷം, സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? യെസ്. അപ്പോ ഇത് ഒരു വലിയ ഒരു പേഴ്സണൽ ഡ്രൈവർ. എന്താണ് ആ പേഴ്സണൽ ഡ്രൈവർ എന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമത്തിലെ
ഒരു ചെറുപ്പക്കാരന് ബാംഗ്ലൂർ അല്ലെ മുംബൈ പോലുള്ള നഗരത്തിൽ താമസിക്കുന്ന അവന്റെ സമപ്രായക്കാരനായ വ്യക്തിക്ക് കിട്ടുന്ന അതുപോലെ ഒരവസരം ജീവിതത്തിൽ ഉയരാൻ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുക ആണ് നമ്മളുടെ ഓരോരുത്തരെയും ഡ്യൂട്ടി. KV കാമത്ത് നാരായൺ മൂർത്തിയോട് പറഞ്ഞു, there is nothing called work life balance in this country. ഇവിടെ ലൈഫേ ഇല്ലടാ, പിന്നെ എങ്ങനെയാടാ വർക്ക് ലൈഫ് ബാലൻസ്? ഈ ഒരു രാജ്യം ഇപ്പോഴും ഒരു മിഡിൽ ഇൻകം എക്കോണമി, ലോവർ മിഡിൽ ക്ലാസിന്റെ എക്കോണമിയിൽ ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. വി ആർ ദ പ്രിവിലേജ്ഡ് പീപ്പിൾ. നമുക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി, നമുക്ക് നല്ല സൗകര്യങ്ങൾ കിട്ടി. അങ്ങനെ അല്ലാത്തവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഉള്ള ധാർമ്മികമായ ഒരു ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യതയാണ് ഇവിടെ വിവ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നത്. ഈ രാജ്യത്തെ ഏത് റിമോട്ട് കോർണറിലുള്ള വ്യക്തിക്കും ഒരവസരം ഇൻഡസ് വിവയിലൂടെ കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്റെ സുഹൃത്ത് സുജിത് ഖാൻ, നിങ്ങൾക്ക് കാണാം ഒരു ഫോട്ടോ, ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം മേഘാലയയിൽ ബംഗ്ലാദേശ് ബോർഡറിൽ, അവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷും അറിയില്ല, ഇദ്ദേഹത്തിന് ഹാസി ഭാഷയും അറിയില്ല, അവിടെ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്തു. കഴിഞ്ഞ 11 വർഷമായി അവരും ഇൻഡസ്ട്രി ഓഫ് ബിസിനസിന്റെ പാർട്ട് അവരിന്ന് ഇവിടെ ഇരിക്കുന്നു. അവിടെ വരെ ഈ ബിസിനസ് എത്തിച്ചു കൊടുക്കാൻ, ഒരു നാഷണൽ ഇന്റഗ്രേഷൻ, എല്ലാവർക്കും ഒരുപോലെ അവസരം കൊടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേറെ ഇവിടെ കിട്ടും. ഞാൻ വളരെ ആവേശപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു, വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു. ഈ കമ്പനി മുന്നോട്ട് വെക്കുന്ന ഒരു മിഷൻ 2030 ആകുമ്പോഴേക്കും ഈ കമ്പനി ഒരു 1000 പേരെ കരോഡ്പതി സ്റ്റാറ്റസിലേക്ക് ഉയർത്തുക എന്നൊരു ദൗത്യത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. 2030 ബഹുമാനപ്പെട്ട ഒരു വലിയൊരു VIP, അതൊരു സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവർണർ ആയിക്കോട്ടെ, പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ 1000 കോടീശ്വരന്മാരായ ആളുകളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം 2030 ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ കമ്പനി മുന്നേറുന്നത്. നിങ്ങളുടെ ഏത് ലോജിക്കൽ ക്വസ്റ്റ്യൻസിനും ഇവിടെ ഉത്തരവുണ്ട്. ഏത് ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചാലും ഇവിടെ ഉത്തരവുണ്ട്. So my dear friends, grab this opportunity. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും മാറ്റി. യുഗാണ്ടയുടെ തലസ്ഥാനം ഏത് നഗരമാണ്? അറിയില്ല, എനിക്കും അറിയില്ല. എന്ന് കരുതി യുഗാണ്ടയ്ക്ക് തലസ്ഥാനം ഇല്ലേ? ഉണ്ട്. അപ്പം ഒരാൾ നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം വിവേകത്തിലുള്ള ഒരു ഉത്തരം നമുക്കറിയില്ലെങ്കിൽ അതിനർത്ഥം ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണോ? ഉണ്ട്, നമുക്കറിയില്ല എന്ന് മാത്രം. അപ്പോ മറ്റുള്ളവരുടെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവരുത്. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ പൂർണ്ണമായും വിശ്വസിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും തള്ളിക്കളയുക. രണ്ടിലേതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കുക. റോഡിന്റെ ഇടതുവശത്ത് നിൽക്കുക, വലതുവശത്ത് നിൽക്കുക, നടുക്ക് നിൽക്കരുത്. വണ്ടി മുട്ടി നമ്മൾ മരിച്ചു. ഏതെങ്കിലും ഒന്നിൽ നിൽക്കുക. വിശ്വസിക്കുകയാണെങ്കിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിൽക്കുക. അങ്ങനെ ഒരു 12 മാസം നിങ്ങൾ തീർത്ത് ഈ ബിസിനസ് ചെയ്താൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പേരൻസിന് നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഭാര്യയ്ക്ക് നല്ല ഒരു വീട്, കുട്ടികളെ നമുക്ക് ഇന്റർനാഷണൽ സിലബസ് ഉള്ള സ്കൂളിലോ കോളേജിലോ വിടാൻ പറ്റും. അല്ലെങ്കിൽ മാഡം അസീനോ ഹരാരുവിനെ പോലെ നാഗാലാൻഡിൽ നിന്ന് എന്റെ മോളെ അമേരിക്കയിൽ വിട്ട് ഡിഗ്രി പഠിപ്പിക്കാൻ നമുക്കും പറ്റും. നമുക്കിഷ്ടമുള്ളൊരു വാഹനം, എന്റെ സുഹൃത്ത് സുജിത് ഖാൻ ഓടിക്കുന്നത് പോലെ നല്ലൊരു വാഹനം നമുക്ക് വർഷത്തിൽ 2 or 3 ഹോളിഡേസ് ഇന്റർനാഷണൽ. ലൈഫ് വിൽ ബിക്കം സോ ബ്യൂട്ടിഫുൾ. ഈ ബോറിംഗ് മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? ശരിയാണോ അല്ലയോ? ഈ മിഡിൽ ക്ലാസ്സുകാരന്റെ മോനാണ് ഞാൻ.
അതുകൊണ്ട് പറയാണ്, എനിക്കറിയാം എന്തൊരു ബോറിംഗ് ലൈഫാണത്. ശരിയാണോ അല്ലേ? അതിന് പറ്റിയ ഒരവസരം നമ്മുടെ കൈവെള്ളയിൽ ദൈവം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ദൈവത്തിന്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ? ഇല്ല. ഇതുപോലെ ഒരു പരിപാടിയിലേക്ക് ദൈവം നമ്മളെ പറഞ്ഞു. മനസ്സിലാക്കുക, നമ്മളെല്ലാം എത്രയോ കാലം പ്രാർത്ഥിച്ചു, ദൈവമേ മുക്തി മുക്തി. എന്തിൽ നിന്ന്? മുക്തി ഫ്രം ദിസ് ബോറിംഗ് മിഡിൽ ക്ലാസ് ലൈഫ്. ഗ്രാന്റ് മീ മുക്തി. ദൈവം പറഞ്ഞു, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞതാന്റെ ഫലമായിട്ടാണ് ഈ ഹോളിൽ ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത്. ഈ ഹോളിൽ നിങ്ങൾ ഇരിക്കുന്നു. അപ്പോ ഇവിടെ കേട്ട കാര്യങ്ങൾ അതുപോലെ കേട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി ചോദിക്കണം. താൻ പറഞ്ഞില്ലേ 1000 കോടി രൂപയ്ക്ക് കമ്മീഷൻ കൊടുക്കുന്ന എടുക്കടാ തെളിവ് കാണിക്കാതെ നിങ്ങൾ എന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് പോകാൻ അനുവദിക്കണം. എനിക്ക് ഉത്തരവാദിത്വം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ താൻ പറഞ്ഞില്ലേ, കേരള ഹൈക്കോടതി പറഞ്ഞു ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ 100% ലീഗലാണെന്ന് കാണിക്കടാ, എന്നിട്ട് പോയാൽ മതി, ഞാൻ കാണിക്കും. താൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിജയിക്കുമെന്ന്, അങ്ങനെയൊക്കെ ചെയ്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓരോരുത്തരെയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ എനിക്ക് പറ്റും. എന്നെ നിർത്തിച്ചിട്ട് നിങ്ങൾ വിട്ടാ മതി. 10ാം ക്ലാസ്സിൽ ജയിക്കാത്തവനും PhD കഴിഞ്ഞവനും ഇവിടെ വിജയിച്ചിട്ടുണ്ട്. 24 വയസ്സുള്ളവനും വിജയിച്ചിട്ടുണ്ട്, 54 വയസ്സുള്ളവനും വിജയിച്ചിട്ടുണ്ട്, പെണ്ണും വിജയിച്ചിട്ടുണ്ട്, ആണും വിജയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഗ്രാമവാസിയും വിജയിച്ചിട്ടുണ്ട്, പട്ടണവാസിയും വിജയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പ്രൂഫ് വെച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറയാനുണ്ടെങ്കിൽ ഇവിടെ എന്നോട് ചോദിക്കണം. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അപ്ലൈൻസിനോട് ഒരാളും ചോദിക്കരുത്. എനിക്കാണ് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ബാധ്യത. ഇത് വിശ്വസിക്കാനുള്ള ഒരു ശക്തി മാത്രം, ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനുള്ള ഒരു ശക്തി മാത്രം ദൈവമേ നീ ഇവർക്ക് കൊടുക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.